ഫ്രണ്ട്സൊക്കെ നിർബന്ധിച്ച് ഒരു ലവ് ലെറ്റർ അവൻ്റെ പ്ലേസിൽ വെച്ചത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. പിന്നെ നിൽക്കുന്നത് വിയർത്ത് കുളിച്ച് ഹെഡ് മാസ്റ്ററിൻ്റെ ഓഫീസിൻ്റെ പുറത്തായിരുന്നു. പുള്ളി എല്ലാവരെയും വെറുതെ വിട്ടപ്പം പ്രശ്നമെല്ലാം കഴിഞ്ഞെന്നായിരുന്നു അവൾ വിചാരിച്ചിരുന്നത്. ആശ്വസിച്ച് പുറത്തിറങ്ങിയപ്പോഴോ ദേ വരുന്നു നമ്മുടെ ചെക്കൻ അവളുടെ അടുത്തോട്ട്. അവൻ്റെ മാത്സ് നോട്ട്ബുക്കാ, അത് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു അവൻ്റെ വരവ്. അവൾക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. മുഖത്ത് നോക്കി ചീത്ത വിളിക്കാൻ പോയതും അവൻ്റെ വളിച്ച ചിരി കണ്ടതാണ് അവൾക്ക് കാര്യം കിട്ടിയത്. അവൻ ആളെ അറിയാം. അവനാണെങ്കിലോ ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങുകയും ചെയ്തു. പക്ഷേ ആ ലെറ്റർ കിട്ടി അന്ന് തന്നെ അതിനുള്ള മറുപടി അവൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പുതിയ വർഷം തുടങ്ങുമ്പം ഒരു ബുക്ക് വെച്ച് തന്നെ അവൾക്കത് കൊടുക്കണമെന്ന് അവന് നിർബന്ധം ഉണ്ടായിരുന്നു. 8ാം ക്ലാസ് അങ്ങനെ തുടങ്ങി. ക്ലാസ് ലിസ്റ്റ് നോക്കിയപ്പം അവളുടെ പേര് കണ്ടില്ല. കോറിഡോറിൽ കൂടെ നടക്കുമ്പം അവളുടെ ഫ്രണ്ട്സ് പറഞ്ഞറിഞ്ഞിട്ടാണ് അവൾ സ്കൂൾ മാറിയെന്ന് അവൻ അറിയുന്നത്. വർഷങ്ങളൊക്കെ കഴിഞ്ഞു. എന്തൊക്കെയോ അടുക്കി കൂട്ടി പറക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പഴയ ബുക്ക് അവൻ്റെ കയ്യിലോട്ട് കിട്ടി. ആ ബുക്കിൻ്റെ അകത്തോ അന്ന് എഴുതി വെച്ച ലെറ്ററും അവൻ്റെ മറുപടിയും. അവനൊന്നും മിണ്ടാനുണ്ടായിരുന്നില്ല. ഉടനെ അവൻ ഫോൺ എടുത്തു. പണ്ടെന്ന് അവൾക്ക് അയച്ച റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അതെടുത്ത് നോക്കിയപ്പോഴും ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാതെ അത് അവിടെ തന്നെ കിടപ്പുണ്ട്. എന്നോ പറയാൻ ബാക്കി വെച്ചത് പറയാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിൽ അവൻ ആ ലെറ്റർ നോക്കി അങ്ങ് നിന്നു.